ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ശ്രുതിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ പറഞ്ഞ് അവിടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിൽക്കുക ശ്രുതി. ഈ സമയത്ത് കൂട്ടുകാരിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മ കൊടുത്ത പൈസയെ പറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ വിളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് പിന്നെ നവീൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നവീൻ ഇങ്ങനെ അവിടെ നിന്ന് ആരെയോ ഫോണിൽ വിളിക്കുക, ഞാൻ അയച്ച ആ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ നിൽപ്പുണ്ട്, ഒന്ന് വരാവോ എന്നൊക്കെ ചോദിച്ചോണ്ട്. അങ്ങനെ നവീൻ ആരെയോ കാത്ത് അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ ശ്രുതിയെ വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് വിടാൻ പോകുക, മുഹൂർത്തത്തിന് മുൻപ് ഞാൻ അവിടെ എത്തും കേട്ടോ എന്നൊക്കെ പറഞ്ഞതേ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നവീൻ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതിയെയും അമ്മയെയും അനുജത്തിയെയും ആണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചേട്ടൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ നേരം അനുജത്തി പറയുന്നു. അതെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ സച്ചി നല്ലവനാണെന്ന്. ഇവളത് ചെവിക്കൊണ്ടൊന്നുമില്ല, ചുമ്മാ വഴക്കുണ്ടാക്കി കരഞ്ഞുകൊണ്ടിരുന്നു എന്നും പറഞ്ഞ് ലക്ഷ്മി പറയുമ്പോൾ ഇപ്പോഴല്ലേ അമ്മേ മാറിയതെന്ന് രേവതി. ഇപ്പോൾ റൊമാൻസ് ഒക്കെ തുടങ്ങിയല്ലേ ചോദിച്ചപ്പം മിണ്ടാതിരിക്കടി അവിടെയൊന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അനിയത്തോട് വഴക്ക് പറയാ രേവതി. അങ്ങനെയൊന്നും അല്ലമ്മേ, എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കാറൊക്കെ ഉണ്ട്, ഒരു കരുതലൊക്കെ ഉണ്ടെന്ന് നമ്മുടെ രേവതി. അങ്ങനെ വഴക്കിടാറൊന്നുമില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഡെവലപ്പായി രണ്ടുപേരും ലവ് ആവും, നോക്കിക്കോളാനൊക്കെ പറഞ്ഞ അനുജത്തി ഇങ്ങനെ പറയാം. അപ്പോൾ ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് അമ്മ. നീ പറഞ്ഞ ജോലി ചെയ്യ് പെണ്ണേന്നും പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ വഴക്ക് പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോളെ നീ അകത്തോട്ട് ചെല്ല്, അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പം ഞാൻ ഈ മാല കെട്ടി തീർന്നിട്ട് പൊക്കോളാം അമ്മയെന്ന് പറഞ്ഞു രേവതി. അത് ഞങ്ങൾ ചെയ്തോളാം ചേച്ചി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രേവതി അവർ പറഞ്ഞു വിടും. അപ്പോൾ തിരുമേനി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ രേവതി അങ്ങ് പോയി. അപ്പോൾ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തിരുമേനിയുടെ മുന്നിലിരുന്ന് ചന്ദ്രയും അതുപോലെ ഭാമയും കൂടി സംസാരിക്കുന്നു. വേറൊന്നുമല്ല, കോടീശ്വരിയായ ഒരു മരുമകളാണ് എനിക്ക് വരാൻ പോകുന്നത്, കോടീശ്വരിയായ പെണ്ണാണ് മണ്ഡപത്തിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പം ദേവിക്ക് മുന്നിൽ വലിയ വീട്ടിലെ പെണ്ണ്, ചെറിയ വീട്ടിലെ പെണ്ണ് എന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണെന്ന് തിരുമേനി ചന്ദ്രയോട് പറഞ്ഞു. ഇവിടെ നടക്കുന്ന കല്യാണം എല്ലാം ഒരുപോലെ തന്നെയാണെന്നും പറഞ്ഞു. അപ്പം കിട്ടിയല്ലോ, വേറെ അറിഞ്ഞില്ലേ, വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ ഭാമ വിളിച്ചുകൊണ്ട് പോവുക. ചന്ദ്ര ചമ്മി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കല്യാണം നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഇവരുടെ വിവാഹം ഇങ്ങനെ ലളിതമായി അമ്പലത്തിൽ വെച്ച് നടത്തുന്നതാണ് നല്ലതെന്ന് ജ്യോത്സ്യര് പറഞ്ഞു. അതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാം, സുധിയുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതി ചെന്നെല്ലാം ഈ തിരുമേനിക്ക് സഹായിച്ചു കൊടുക്കുക കേട്ടോ അവിടെ മണ്ഡപത്തിൽ. ആ സമയത്ത് മുമ്പ് ജാതകം നോക്കിയില്ലായിരുന്നു, ക്ഷേത്രത്തിൽ വെക്കാതെ ഓഡിറ്റോറിയത്തിൽ നടത്തിയതുകൊണ്ടായിരിക്കും അവൻ ഓടിപ്പോയതല്ലേ എന്നും ചോദിച്ച് വന്നവരത് ചന്ദ്രമതിയെ കളിയാക്കുന്നു. ശ്രുതി വന്നിട്ടുണ്ടോ അതോ ഓടിപ്പോയോ എന്ന് ചോദിച്ചൊക്കെ ഇങ്ങനെ വന്നവർ കളിയാക്കുമ്പോൾ വന്നിട്ടുണ്ട്, കല്യാണം ഭംഗിയായി നടക്കുകയും ചെയ്യും എന്ന് ഭാമയും പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഭാമ പറഞ്ഞു വിടുമ്പം നീ എന്തിനാ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് ചന്ദ്രമ ചോദിക്കും. എനിക്ക് രണ്ട് വർത്താനം പറയണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പം അവരെ എന്തിനാ നീ പറയുന്നത്, നിന്റെ മോനെ തന്നെ പറഞ്ഞാൽ മതി, നാട്ടുകാരെ അവന് നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞു കൂട്ടുകാരി. എവിടെ ചെന്നാലും ഞാൻ അവിടെയെല്ലാം അപമാനിക്കപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞപ്പം അതിന് കാരണമേ നിന്റെ മോൻ തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഭാമ ചന്ദ്രമതിയോട്. അപ്പോഴും രേവതി ഇതെല്ലാം സഹായിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൾ വന്ന് അതിനകത്തെല്ലാം കൈയിടുന്നുണ്ട്. ഇനി ഇതും അവൾ മുടക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ചന്ദ്രൻ, നിനക്ക് ദൈവദോഷം കിട്ടുമെന്ന് ഭാമ പറയുക. അപ്പോഴേക്കും ഒട്ടും ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ തിരുമേനി എല്ലാം പറയുന്ന അനുസരിച്ച് നമ്മുടെ രേവതി ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങ് കയറി ചെന്നിട്ട് ചന്ദ്രമതി നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡാൻസ് കളിക്കുവാണെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ അരങ്ങേറ്റമാണെന്നും രേവതി. അപ്പം നിന്റെ തർക്കുത്തരം എന്നോട് വേണ്ട കേട്ടോ, അമ്മ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് അമ്മ കാണുന്നില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്ന് രേവതി ചോദിച്ചു. ഞാൻ ചെയ്തോളാം, നീ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ചന്ദ്രമതി എന്താണ്ടൊക്കെ കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അതൊക്കെ അവൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് തിരുമേനി അന്നേരം പറഞ്ഞു. എന്തെടുത്താലും അതെല്ലാം രേവതി ചെയ്തു വെച്ചിരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ തിരുമേനി പറയാം, നിങ്ങൾ ചുമ്മാ ഇതിനകത്ത് കിടന്ന് വിരകണ്ട, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ രേവതിക്ക് അറിയുകയുള്ളൂ, അവൾ അതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമതിയോട് പറയുന്നു നമ്മുടെ തിരുമേനി. ചന്ദ്രമതി ചമ്മി, ഇതൊക്കെ ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ട്, അത് നിങ്ങൾക്കറിയില്ല, രേവതിക്ക് അറിയാം എന്നും പറഞ്ഞു. അപ്പോൾ ചമ്മി നിൽക്കുമല്ലേ, എത്രയോ വർഷങ്ങളായി ഇവിടെ നടക്കുന്ന കല്യാണങ്ങൾക്കൊക്കെ രേവതി അത് ചെയ്യുകയാണെന്നും നമ്മളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാറായിട്ടില്ല എന്നും പറഞ്ഞു. അപ്പം ചന്ദ്രേ നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞു ഭാമയെ വന്ന് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ രേവതിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം ഇവളെക്കുറിച്ച് അത്രയ്ക്ക് പുകഴ്ത്താനൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തിരുമേനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മുഹൂർത്തം ആവാറായി എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി. ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ നമ്മുടെ രേവതിയെ നോക്കുക. രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ചന്ദ്രമതി മാറി നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ, ഇവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ഏന്തി വലിഞ്ഞിങ്ങനെ നോക്കുക.
ആ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര കുശുമ്പും പൗശന്യമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ കോളി ചെല്ലുന്നു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാനൊരു ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. മുഹൂർത്തം ആവാറായി, പെട്ടെന്ന് വരാൻ പറഞ്ഞു അച്ഛൻ. കല്യാണത്തിന് ഞാനെന്തിനാ വരുന്നേ, വന്നിട്ട് ഇപ്പം എന്തത്ര കാര്യം ഇരിക്കണേന്ന് ചോദിച്ചു സച്ചി. കാർ ഓടിച്ചാലല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, ഓട്ടം നടന്നിട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണം അല്ലേ, താലി കെട്ടുന്നതിന് മുമ്പ് വരാൻ നോക്കാൻ പറഞ്ഞു രേവതി. അപ്പം കല്യാണം നടക്കുമോ, അവരവിടെ ഉണ്ടോ, അതോ അവിടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓടിപ്പോയിട്ടൊന്നുമില്ല, ആളിവിടെ തന്നെ ഉണ്ട്, വേഗം വരാൻ നോക്കാൻ പറഞ്ഞു. അയ്യോ എനിക്ക് അതിശയം തോന്നുന്നു, നീ വല്ലതും കഴിച്ചോ? ആ കഴിച്ചെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞപ്പം നീ അവിടെ ഓടിച്ചാടി നടന്ന് ജോലിയൊന്നും ചെയ്യണ്ട, അവൻ്റെ കല്യാണത്തിന് നമ്മളെന്തിനാ ഉത്സാഹിക്കുന്നതെന്നൊക്കെ സച്ചി രേവതിയോട് ചോദിച്ചു കേട്ടോ. നീ ആ ക്ഷേത്രത്തിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കും, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. വേഗം വന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ സച്ചിയുടെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ രേവതിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായിട്ടോ, ഭയങ്കര സന്തോഷമായി ഭാവത്തിന്. അങ്ങനെ സന്തോഷത്തോടെ രേവതി അവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയേട്ടനെ. അപ്പോൾ രവിയേട്ടനെ അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ വേറെ സച്ചി ഇതൊന്നും അറിഞ്ഞില്ല, പെൻഷൻ തടഞ്ഞു വെച്ചതിൻ്റെ പേരിൽ മധുസൂദനൻ സാറിൻ്റെ കഥ അവൻ കഴിക്കും, അതുകൊണ്ട് അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനോട് പറയാം. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നിട്ട് സച്ചി പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ആ ഓട്ടം കിട്ടിയാലേ അവനവൻ്റെ വഴിക്ക് പോകും, അവനെ വിളിച്ചോണ്ടേ ഇരിക്കണം, മുഹൂർത്തത്തിന് മുമ്പ് തന്നെ വരാൻ പറയണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ശ്രുതി അവിടെ ഒരുങ്ങാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ എന്താടി ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ മീര, ഞാൻ എന്ത് ചെയ്യും മീര എന്നൊക്കെ ചോദിച്ച ഞാൻ ശ്രുതിയോടെല്ലാം തുറന്നു പറയാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ശ്രുതി എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ശ്രുതിയോടെല്ലാം പറയാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുക്കണു. അപ്പോൾ ശ്രുതി വേണ്ട, അപ്പോൾ വേണമെന്ന് ശ്രുതിയും എല്ലാം ശ്രുതി അറിയണമെന്നും പറഞ്ഞു ശ്രുതി പറയുന്നു. മീരയാണെങ്കിൽ അത് തടഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഫോൺ എടുത്ത് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ശ്രുതി ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഇവിടം വരെ വന്നതാ. എവിടെ? നേരത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നെ ഇവിടെ കണ്ടതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുവാണ് ശ്രുതി. ഈ സമയത്ത് ഞാൻ വേറെ എവിടെ പോവാനാണെന്നും ശ്രുതി ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രുതി, കുറച്ച് സമയം എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം ഒരു 5 മിനിറ്റ് ഞാനിവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഷുഗറിനുള്ള ടാബ്ലറ്റ് വാങ്ങിച്ച് വേഗം ഒന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു ശ്രുതിയെ. എന്തിനാ ഷുഗറിനുള്ള ടാബ്ലറ്റൊക്കെ വാങ്ങുന്നേ? ശ്രുതിക്ക് ഷുഗർ ഇല്ലല്ലോ. അത് പിന്നെ നിന്റെ മധുരമുള്ള സംസാരത്തിലുള്ള ആ ഒരു സംസാരം കേട്ടല്ലോ എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമല്ലോ, അതുകൊണ്ട് ഞാൻ പോയി വാങ്ങിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ എല്ലാ ഇതും ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുന്നു. അതെ, ഞാനത് പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നീ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളാൻ പറഞ്ഞു. ഇന്നു മുതൽ നമുക്ക് രാത്രി സംസാരിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പം നീ പറയാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ആരോ വന്ന് ഡോറിൽ മുട്ടി. അത് വേറെ ആരുമില്ല, ചന്ദ്രമതി. അപ്പം ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നോക്കുമ്പോൾ എന്നെ പുടവയും അതുപോലെ ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ചന്ദ്രമതി വന്നതാണ്. ഇതെല്ലാം കൊണ്ടുവന്ന് മകളുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചങ്ങ് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഭാമേ അതിങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഭാമയുടെ കയ്യിലുള്ളത് മേടിച്ച് മോളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ മോള് വേഗം തന്നെ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ആൻറ്റിയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു, കരയുന്നു, ഇതൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ ശ്രുതിയുടെ മുഖത്തെ ആ ഒരു സങ്കടമൊക്കെ കണ്ടപ്പോൾ ഭാമ ചോദിച്ചു, എന്തു പറ്റി ശ്രുതി, എന്താ ഒരു വിഷമം, നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല ആൻറ്റി, കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമൊന്നും നിൻ്റെ മുഖത്തില്ലല്ലോ എന്നൊക്കെ ഭാമ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് പിന്നെ അതിരാവിലെ എഴുന്നേറ്റതല്ലേ അതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര അന്നേരം സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ സംസാരിക്കാം. ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ, ക്ഷീണമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു ചന്ദ്രമതി. പോട്ടെ മോളെ, നീ സാരി മാറ്റിയിട്ട് വേഗം വന്നോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ടാണ് പോണേ. ശ്രുതിക്ക് പിന്നെ പറയാനുള്ള ധൈര്യം കിട്ടിയില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിൻ്റെ ആക്ടിങ്ങിന് ഒരു കുറവുമില്ലല്ലോ എന്ന് മീര നേരം പറയുക. നിനക്ക് പറയുകയും വേണം, ശ്രുതിയോട് സത്യം പറഞ്ഞേ പറ്റുമെന്ന് ശ്രുതി വീണ്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു. അല്ലെങ്കിൽ രക്ഷയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വീണ്ടും ശ്രുതിയുടെ നമ്പറിലേക്ക് ശ്രുതി വിളിക്കാം. അപ്പോൾ ശ്രുതിയുടെ ഫോൺ എൻഗേജ്ഡ് ആണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക. ടെൻഷൻ അടിച്ച് പരുവായി. അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുന്നത് സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ രേവതി വിളിക്കുക. അപ്പോൾ എന്താ രേവതി ഇത്, ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ രേവതി അച്ഛൻ ചിരിച്ചു. അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ വിളിക്കുന്നത്, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ
കല്യാണത്തിന് നിങ്ങളുടെ ഏട്ടന് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഗിഫ്റ്റോ കാശോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. 50 ലക്ഷം അവൻ കൊണ്ടുപോയത്, ആ ഗിഫ്റ്റ് പോരെ അവനെന്ന് ചോദിച്ചപ്പം അതല്ല, അതെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഒരു പണിയൊന്നുമില്ലേ, വെച്ചിട്ട് പൊക്കോണം, അവനിനി ഒന്നും കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ശ്രുതി ആലോചിച്ച് തന്നെ ഇരിക്കാം. അപ്പോൾ എൻ്റെ പൊന്നു ശ്രുതി, നീ ഒന്ന് വേഗം റെഡിയാക്കുക, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും, എല്ലാം തുറന്നു പോകണമെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അന്നേരം ഒന്നും നീ കേട്ടില്ലല്ലോ. ഇപ്പോൾ ഭയന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യമെന്ന് കൂട്ടുകാരി ചോദിക്കുമ്പം ശ്രുതി ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, എല്ലാവരും നിന്നെ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, നീ ഒന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറെൻ്റെ ശ്രുതി. അപ്പം ഇല്ല, ഞാൻ ഈ മുറിക്ക് പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞുകൊണ്ടായി ശ്രുതി. ഇനിയും ലേറ്റ് ആയാലേ എല്ലാവരും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വരും, അത് അതിനേക്കാളും വലിയ വിഷയമാകും, ഞാൻ പറഞ്ഞേക്കാം. ശ്രുതിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, സത്യം അറിഞ്ഞാലും ശ്രുതി എന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. ഇപ്പം ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ നവീൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ ശ്രുതിയോടെല്ലാം തുറന്നു പറഞ്ഞെന്ന് എല്ലാവരോടും പറയാമല്ലോ, അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എല്ലാവരും കരുതില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതിയെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു. എന്നെ കല്യാണം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ശ്രുതിയാണ്, മറ്റുള്ളവരല്ലെന്നും, അതുകൊണ്ട് ഉറപ്പായും ശ്രുതി എന്നെ പറ്റിക്കില്ല എന്നും ശ്രുതി ഇങ്ങനെ തറപ്പിച്ചു പറയുന്നു. ആരെതിർത്താലും ശ്രുതി എൻ്റെ കഴുത്തിൽ താലി കെട്ടു എന്നൊക്കെ ശ്രുതി സന്തോഷത്തോടെ പറയുന്നു, വിശ്വാസത്തോടെ പറയുന്നു. എനിക്ക് വിശ്വാസമാണ് ശ്രുതിയെ, അവൻ റൂമിൽ കാണും, നീ ഒന്ന് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, ആരും അറിയാതെ നീ വിളിച്ചുകൊണ്ട് വന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മീരയെ പറഞ്ഞു വിടുന്നു. ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വീണ്ടും കോള് വരിക. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഫോൺ ചേരുന്നു, ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയോട് വഴക്കുണ്ടാക്കുക. അമ്മയാണ് വിളിച്ചത്, കല്യാണ ദിവസമായിട്ട് മോളുടെ ശബ്ദമൊന്നും കേൾക്കാൻ. അപ്പോൾ എന്തിനാ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, മുഹൂർത്തം ആകാറായില്ലേ, എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചതാണെന്ന് അമ്മ പറഞ്ഞപ്പം എന്തിനാ നിങ്ങളതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു ശ്രുതി. എനിക്ക് സമാധാനം തരില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണോ നിങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് അമ്മയോട് ചൂടാവുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്, ദേഷ്യപ്പെടാതെ മോളെ, ഞാൻ നിന്റെ അമ്മയാ, നീ എൻ്റെ മാനസികാവസ്ഥയൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ശ്രുതി, എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ മോനെയും കൂട്ടി കാണാൻ വന്നു, തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട നിങ്ങളോ ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് കയറി. അപ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അവരുടെ വീടാണിതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞപ്പം നിങ്ങൾക്കൊന്നും അറിയില്ല. 17-ാമത്തെ വയസ്സിലൊരു കിളവന് നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു കൊടുത്തു, ഒരു കുട്ടിയെ തന്നിട്ട് അയാളങ്ങ് പോയി. നിങ്ങൾക്കതൊക്കെ ഓർമ്മയില്ലേ, എൻ്റെ ജീവിതം തൊലച്ചത് നിങ്ങളാ, അതും അറിയാതെ ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചപ്പം അമ്മ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനായിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാ ഞാനെന്നും ഇപ്പോൾ പോലും ക്ഷേത്രത്തിലേക്ക് പോയി വന്നതേ ഉള്ളൂ നിനക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം നീ എന്തൊക്കെയാ പറയുന്നേ, ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ വാക്ക് കേട്ടപ്പോൾ എന്താ കാരണം അമ്മയെ അന്വേഷിക്കാം, എന്തിന് നിങ്ങളത് അറിയണം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, അതിനൊട്ട് താല്പര്യവും ഇല്ല, ഫോൺ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും ആ അമ്മയ്ക്ക് ടെൻഷനായി, നെഞ്ചെടുപ്പ് കൂടി. അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം. ഈ സമയം ശ്രുതിയുടെ അരികിലേക്ക് മീര ചെന്നു. ശ്രുതിയോട് തനിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം, അതിനിടയിൽ തനിയെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് വന്നതാ, അവൾക്ക് ശ്രുതിയോട് എന്താ സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംസാരിക്കാനുള്ളത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ ചന്ദ്രമതി. നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ശ്രുതി റെഡി ആയെന്ന് നോക്കാൻ വന്നാന്ന് മീര പറഞ്ഞു. അപ്പം നീ എന്തിനാ അതൊക്കെ നോക്കുന്നേ, നീ ശ്രുതിയുടെ ഫ്രണ്ടല്ലേ, അവളെ ഒരുക്കാൻ നോക്കുക അപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് മീരയോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ എല്ലാം പേടിയോടെയാണ് കാണുന്നത്. നീ എന്തിനാ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ, ശ്രുതിക്ക് എന്നോടെന്ത് പറയാനുണ്ടെന്ന്, എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ മീര, അപ്പോൾ എന്ത് പറയാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. എന്തായാലും ചന്ദ്രമതിയുടെ മുന്നിൽ ശ്രുതിയുടെയും മീരയുടെയും കള്ളക്കളിയൊക്കെ പൊളിയുവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണില്ലേ, എല്ലാവർക്കും നന്ദി.